Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Good day, എല്ലാവരും. കഴിച്ചു. ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ എന്ന് പറയുമ്പോ ഒരു മയക്കം വരാറുണ്ടോ ക്ലാസ്സിലിരിക്കുമ്പോ? ഫുഡ് കഴിച്ചല്ലേ? ഇല്ല, കഴിച്ചിട്ടില്ല. കഴിക്കാത്തവരുണ്ട്. എന്ത് പറ്റി കഴിക്കാത്ത? ടൈമായില്ലേ? ഇല്ല, ചിലരൊന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, ക്ലാസ് കഴിക്കുന്നതിന്റെ ഇടയിൽ കഴിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ, ആ ടൈമിലാണോ കഴിക്കുന്നത്? അല്ലെങ്കിൽ ടൈം ആയിട്ടില്ല? ഹസ്ബൻഡ് വന്നിട്ട് കഴിക്കുള്ളൂ. ഓക്കെ, നല്ല വൈഫാണല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? നമ്മള് ഫസ്റ്റ് മൊഡ്യൂള് ചാപ്റ്റർ 9 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ നമ്മൾ എടുത്തത് ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ആ എച്ച് വരെയുള്ള പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ഒന്ന് വായിച്ചു നോക്കിയേ. മെഡിക്കൽ എക്സാമിനേഷൻ ഇതിനകത്ത് 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. നാദിര മിസ് ഇല്ല, ലീവാണ്. അപ്പൊ നെക്സ്റ്റ് അവറും ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD പറയുന്നത്? A detailed social and medical history of the patient is taken by the physician or recorder. ഏതൊക്കെയാണ് നീ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പേഷ്യൻസ് ടെമ്പറേച്ചർ, BP, പൾസസ് ആൻഡ് റെസ്പിറേഷൻ എക്സെട്ര ആർ റെക്കോർഡഡ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മള് OPD ഫിസിഷ്യന്റെ അടുത്ത് നമ്മൾ വരുമ്പോ നമ്മളെ കൺസൾട്ടേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയുടെ കുറെ അധികം എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ സോഷ്യൽ ഡാറ്റകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിഷ്യൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഫിസിഷ്യൻ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ ഇല്ലേ, ടെമ്പറേച്ചർ നോക്കാറുണ്ട് അവര്. അതുപോലെ തന്നെ BP ചെക്ക് ചെയ്യാറുണ്ട്, പൾസ് നോക്കാറുണ്ട്, അതുപോലെ തന്നെ റാസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനം. ഓക്കെ, അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഫിസിഷ്യൻ ആണ്, OPD ഫിസിഷ്യൻ ആണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ദ നെസസറി ഇൻവെസ്റ്റിഗേഷൻ സച്ച് ആസ് X-ray lab test is done to diagnose the disease and prescribe treatment. ഇനി എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോ? എന്താണ് ഇൻവെസ്റ്റിഗേഷൻ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? എന്ത് ഇൻവെസ്റ്റിഗേഷൻ?
ഓർമ്മയില്ല? ആരും വായിക്കുന്നില്ലേ ടെക്സ്റ്റ് ബുക്ക്? എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് പല ടെസ്റ്റുകളും ഇപ്പൊ എന്തെങ്കിലും പരിശോധനകൾക്കൊക്കെ ആവശ്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നെസസറി ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? പല ടെസ്റ്റുകളും നടത്തിയിട്ട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ആ റിസൾട്ടിലൂടെയാണ് രോഗത്തെ നിർണ്ണയിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ, അതായത് എന്തൊക്കെയാണ്? ലാബ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സ്റേ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എക്സ്റേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല സ്കാനുകൾ, ഇപ്പോ CT സ്കാൻ, MRI സ്കാൻ, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. രോഗം ഡയഗ്നോസിസ് ചെയ്ത് രോഗത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ രോഗം എന്താണെന്നുള്ളത് കണ്ടെത്തുകയും അതിന് ബെറ്റർ ട്രീറ്റ്മെന്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താ? Those who are admitted to the hospital for further investigations and treatment to the concerned ward on advice of the treating doctor. The ward is designated by the staff at the admission desk and entered in the case sheet. ഇനി നമ്മൾ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് അത് പരിശോധനകൾക്കും അതുപോലെ തന്നെ ചികിത്സയ്ക്കുമായിട്ട് അത്തരത്തിലാണ് നമ്മൾ പ്രവേശിപ്പിക്കുന്നത് അല്ലെ. അവരെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രവേശിപ്പിക്കുന്നവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിന്റെ ഉപദേശപ്രകാരം അവർക്ക് ബന്ധപ്പെട്ട വാർഡിലേക്ക് അവരെ മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റുമ്പോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് അതിന് സഹായിക്കുന്നത്? അഡ്മിഷൻ ഡെസ്കിലെ ജീവനക്കാര് വാർഡ് ഏതാണ്, നമുക്ക് ബന്ധപ്പെട്ട വാർഡ് ഏതാണ് എന്നുള്ളത് അവർ പറയുകയും കേസ് ഷീറ്റ് രൂപീകരിക്കുകയും അല്ലെങ്കിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ സ്ക്രീനിൽ 46 അറിയില്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണെന്നുള്ളത്. 46 ഓക്കെ. ചിലപ്പോൾ പേജ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പൊ കൂടുതൽ പരിശോധനകൾക്ക് രോഗികളെ വിധേയമാക്കുന്നതിനായിട്ട് നമ്മൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഡോക്ടറെ ഉപദേശപ്രകാരം ബന്ധപ്പെട്ട വാർഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇങ്ങനെ വാർഡിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്നത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫുകളാണ്. അവര് വാർഡ് നിയുക്തമാക്കുകയും നമുക്ക് പറഞ്ഞു തരികയും അല്ലെങ്കിൽ വാർഡ് ഏതാണെന്നുള്ളത് അവര് നിയുക്തമാക്കുകയും അതുപോലെ തന്നെ കേസ് ഷീറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ 3 പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് നോക്കിയേ? ട്രാൻസ്പോർട്ടിങ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ഇനി എങ്ങനെയാണ് രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എത്തരത്തിലുള്ള രോഗികളെയാണ് നമ്മൾ പല രോഗികളെയും അവിടെ പറയുന്നുണ്ട്. 3 പോയിന്റ് വയസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് രോഗികള്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പേഷ്യൻസ് ആണ് അവിടെ പറയുന്നത്. നോക്കാം. ക്ലയന്റ് who are not very ill and are able to walk are accompanied to the ward and ward by the nurse or attendant. അപ്പൊ എന്താണ്? അധികം അസുഖങ്ങളില്ല അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നഴ്സുമാരോ അല്ലെങ്കിൽ അറ്റൻഡേഴ്സോ വന്നിട്ടാണ് അവരെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയേ, വീൽ ചെയർസ് should be available for those who are too sick, ill, weak, not able to walk. ഇനി നടക്കാൻ പറ്റാത്ത രോഗികൾ, ഇപ്പൊ കാല് തളർന്നതോ അല്ലെങ്കിൽ വലിയ രോഗം അല്ലെ, സിക്കായിട്ടുള്ളത്, വീക്കായിട്ടുള്ള ബോഡി വീക്കായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ, നടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള രോഗികളെയൊക്കെ ആരാണ് വീൽ ചെയർസിലൊക്കെ ഇരുത്തിയിട്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി client who are brought to hospital on ambulance should be carried to their respective ward on stretchers. അതുപോലെ തന്നെ ഇപ്പൊ
ആംബുലൻസ് ഇപ്പൊ ആക്സിഡന്റ് കേസുകളൊക്കെ ആയിട്ട് വരാറില്ലേ. അപ്പൊ അത്തരത്തിൽ വെരി സീരിയസ് ആയിട്ടുള്ള ക്ലയൻസ് അല്ലെങ്കിൽ രോഗികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചേഴ്സിൽ, അപ്പൊ അത്തരത്തിൽ നമുക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് അവര് സ്ട്രക്ചേഴ്സിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ പല രോഗികളുടെയും കേസുകളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എന്താ, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. വാർഡിൽ സിസ്റ്റർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അപ്പൊ ഇൻചാർജ് ഉണ്ടാവും. അപ്പൊ ആ വാർഡ് സിസ്റ്റർ ആണ് പേഷ്യന്റിനെ വാർഡിലേക്ക് ഇത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി നേഴ്സ്. ഓക്കെ, ഒരു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ഓരോ പോയിന്റ് വൈസ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രിപ്പയർ റൂം. ഓക്കെ, റൂം പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് നോക്കിയേ. Prepare a clean and neat admission room with all the necessary items according to the need of the patient. പേഷ്യന്റിന്റെ ആവശ്യം അനുസരിച്ച് അല്ലെ, പേഷ്യൻസിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ റൂം, ആ റൂം എന്ത് ചെയ്യണം, അഡ്മിറ്റ് ആക്കിയിട്ടുള്ള റൂം കറക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കുക, നീറ്റ് ആക്കുകയും വേണം. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്, നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇനി നോക്കിയേ, പ്രിപ്പയർ ആൻ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ് വിത്ത് adequate adjust height of the bed. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഇപ്പൊ തടസ്സം അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവർക്ക് നമ്മള് ബെഡൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ടാവും. ബെഡുകളൊക്കെ ചേഞ്ച് ചെയ്ത് അതിന്റെ പൊസിഷനൊക്കെ മാറ്റിയിട്ട് അവരെ കിടത്താറുണ്ട് അല്ലെ, കൂടുതലായിട്ട് നല്ല രീതിയിൽ ശ്വാസം എടുക്കാനായിട്ടും. അതൊക്കെ നമ്മളതിനെ ചേഞ്ച് ചെയ്ത് അതിന്റെ പൊസിഷനൊക്കെ മാറ്റിയിരുന്നു. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ രീതിയിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഈ ബെഡിന്റെ ഹൈറ്റ് കറക്റ്റ് ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്, ഈ നേഴ്സുമാരുടേതാണ്. ഇനി നോക്കിയേ, ഐഡന്റിഫൈ സെൽഫ്. Welcome the patient and his family with a warm approach. അതായത് നമ്മള് ഫാമിലിയിൽ നമ്മളെ വെൽക്കം ചെയ്യാം അല്ലെ, പേഷ്യൻസിനെയും അതുപോലെ തന്നെ ഫാമിലിനെയും വെൽക്കം ചെയ്യണം. ഇനി എന്താണ്, make the patient comfortable in bed and provide him with the hospital clothes and ensure adequate privacy. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഈ എന്താ പറയാ, കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ബെഡുകൾ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഇപ്പൊ ക്ലോത്തുകളൊക്കെ മാറ്റി കൊടുക്കാം ബെഡിന്റെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പിന്നെ എന്താ, ഒരു പ്രൈവസി അല്ലെ, ആവശ്യത്തിനുള്ള ഒരു പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്വകാര്യത. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്, ലെസൺ ആൻസൈറ്റി ഓർ ഫിയർ. എന്താണ് ആൻസൈറ്റി, അതുപോലെ തന്നെ പേടി, ഇതൊക്കെ എന്ത് ചെയ്യാം, രോഗികളോട് പറയാം അല്ലെ. ഇപ്പൊ എന്താണ്, അഡ്മിറ്റ് ആവുമ്പോ ചിലപ്പോ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവാം, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട അല്ലെ, മരുന്നുകള് തരാൻ ഞങ്ങള്. അപ്പൊ അങ്ങനെയുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓരോ കാര്യങ്ങളും ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവാലോ, പേടിക്കേണ്ട ആവശ്യമില്ല, അധികം അസുഖങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ എന്താ പറയാ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് എന്താണ്, നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ആർക്കുണ്ടാവും, പേഷ്യൻസിനുണ്ടാവും അല്ലെ. അത്തരത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പേടി കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് അതും നേഴ്സുമാരുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓറിയന്റ് പേഷ്യന്റ്. പേഷ്യന്റ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അവരെ ബോധവാന്മാരാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻസ്. നഴ്സ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലേ? കാണാത്തവർ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ നഴ്സ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഭാഗം ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. കണ്ടിട്ടുണ്ട്, ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി കാണാത്തവര് ഇപ്പൊ
ചിലവരിപ്പോ എന്താണ് കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങള് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കാറുണ്ടാവും നമുക്ക്, അല്ലെ? നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ. അപ്പൊ നഴ്സസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതാണ് നഴ്സസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഒരു റൂമാണ് അവിടെ നഴ്സിംഗ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും, ഇല്ലേ? നഴ്സുമാർ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇനി എന്താണ് റൂം ബൗണ്ടറീസ്? എന്താണ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ബൗണ്ടറി? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? അതിരുകള്, അല്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ബൗണ്ടറീസ് ഉണ്ടാവും, അല്ലെ? ഈ ചില പേഷ്യൻസ് അല്ലെങ്കിൽ ഈ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചിലവരുടെ ഒക്കെ ഇങ്ങനെ അവരുടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം, ഇല്ലേ? ഹോസ്പിറ്റലുകളിൽ ഇപ്പോ അവരവരുടെ റൂമിൽ കയറിയിരിക്കാതെ ചില സന്ദർഭങ്ങളിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പോലെയൊക്കെ കാണാം, അല്ലെ? അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. അപ്പൊ എന്താണ് പറഞ്ഞു കൊടുക്കുക? നഴ്സുമാര് പറഞ്ഞു കൊടുക്കണം, ഇതാണ് നമ്മുടെ റൂം ബൗണ്ടറി എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് നടക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇത്ര സമയം കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്തോട്ട് വരാനായിട്ട് പാടില്ല. ഇതാണ് നമ്മുടെ റൂം ബൗണ്ടറി എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ക്ലോത്ത് സ്റ്റോറേജ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ബെഡ് കവർ, പില്ലോ കവർ, ഇതൊക്കെ ചീത്തയായിട്ടുണ്ടെങ്കിൽ, അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് അത് നമുക്ക് നമ്മുടെ ഒരു ക്ലോത്ത് സ്റ്റോറേജ്, അത് ഈ എന്താ പറയാ ക്ലോത്തുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂം ഉണ്ടാവും. ഓക്കെ, അതിപ്പോ ചീത്തയായിട്ടുള്ള ബെഡ് കവറും പില്ലോ കവറൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നിക്ഷേപിക്കാം. അതിനുശേഷം പുതിയത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിതിച്ച് അത് പെർഫെക്റ്റ് ആക്കിയിട്ട് രോഗിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അതെവിടെയാണ് ഇത് കാണിച്ചു കൊടുക്കാം. ഇനി കോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോണ്ട്രി ആണ്. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഒരു അലേർട്ടിംഗ് ഡിവൈസസ് ആണ് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, ആരും നോക്കാനില്ലാത്ത ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും ആ റൂമിലേക്ക് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കോൾ ലൈറ്റ് ഒരു അലേർട്ടാണ്, ഒരു സ്വിച്ച് ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ആ സ്വിച്ച് ഇങ്ങനെ നമ്മള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലേർട്ടാണ്. അപ്പൊ നഴ്സുമാർ എന്ത് ചെയ്യും? നമ്മുടെ റൂമിലേക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അലേർട്ടിന്റെ ശബ്ദം എവിടെ നിന്നാണ് കേട്ടത് അത് നോക്കിക്കൊണ്ട് അവര് നമ്മുടെ റൂമിലോട്ട് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു എന്താണ് അലേർട്ടാണ് കോൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം പേഷ്യൻസിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൾ ലൈറ്റ് നമ്മൾ അമർത്തിയാൽ മതി. അപ്പൊ അലേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിലേക്ക് നഴ്സുമാര് വരും. എന്താണ് ആവശ്യം എന്നുള്ളത് അവരോട് പറയാനായിട്ട് പറ്റും. അങ്ങനെ പിന്നെ എന്താണ് അപ്പൊ കോൾ ലൈറ്റ് ഏതാണ്, അതിന്റെ സ്വിച്ച് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങള് ഏതാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. പിന്നെ എന്താ? ബെഡ് കൺട്രോൾസ്. ഓക്കെ, ബെഡ് കൺട്രോൾസ് നമ്മൾ പറഞ്ഞതാണ്. ബെഡ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പേഷ്യൻസിന് എങ്ങനെയാണ് ആവശ്യമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ? ലൈറ്റ് സ്വിച്ച്. അതായത് ഹോസ്പിറ്റലാവുമ്പോ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലില് ലൈറ്റ് ഇപ്പോ കറണ്ട് പോവാറില്ല, അങ്ങനെ ഇല്ലേ? പോയാൽ തന്നെ അപ്പൊ തന്നെ അല്ലെ മിനിറ്റുകൾക്കുള്ളില് വരാറുണ്ട്, ഇല്ലേ? ഓക്കെ, അപ്പൊ കറണ്ട് അങ്ങനെ പോവാറില്ല. അവിടെ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EES, അതായത് എന്താണ്? എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലെ പോലെ വയറുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ എപ്പോഴും രോഗികളാണ് അല്ലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് എപ്പോഴും ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരാം, അല്ലെ? നമുക്ക് ഇപ്പോ ഫാൻ ആയാലും അതുപോലെ തന്നെ കറണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലൈറ്റ് കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അവിടെ കറണ്ട് അങ്ങനെ പോകാറില്ല. അവിടെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇനി എന്താ? അതുപോലെ തന്നെ ടെലഫോൺ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ നഴ്സുമാരുടെ റൂം നമ്പർ, നഴ്സുമാരുടെ ആ നമ്പർ, ഇപ്പോ നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ നഴ്സുമാർ ഇരിക്കുന്ന റൂം ഉണ്ടാവും, അല്ലെ? നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഓരോ
ഫ്ലോറിലും അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെ ഫ്ലോറുകൾ ഉണ്ട് അല്ലെ. ഓരോ ഫ്ലോറിലും നഴ്സുമാർ ഇരിക്കുന്ന ഒരു റൂം ഉണ്ടാവും. അവിടെ എന്താണ് ഇതുണ്ടാവും, ടെലിഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഫോണുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഫോണുകളിലേക്ക് ആളുകൾക്ക് ഇപ്പൊ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടേക്ക് വിളിക്കാനായിട്ടോ അങ്ങനെ നഴ്സുമാരുടെ റൂമിലെ നമ്പർ, അതുപോലെ തന്നെ ഇപ്പൊ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു ബൈസ്റ്റാൻഡർ ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് അവര് ഇപ്പോ ക്യാൻറ്റീനിലെ നമ്പർ, ഇതൊക്കെ അവർക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നമ്പേഴ്സുകൾ കൊടുക്കുക അവർക്ക്. അപ്പൊ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കൃത്യസമയത്ത് ആ റൂമിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നഴ്സുമാരുടെ നമ്പേഴ്സും ഒന്ന് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സുമാരെ കോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ടെലിഫോൺ പോളിസിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി TV കൺട്രോൾസ്, അതായത് എന്താണ് ഇപ്പൊ വാർഡിലൊക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. വാർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലായിടത്തും TV ഉണ്ടാവാറുണ്ട്. ഇപ്പൊ റൂമിലായാലും വാർഡിലായാലും TV ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വാർഡിലാണെങ്കിൽ പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടാവും, ഇത്ര ടൈമിനുള്ളിൽ TV കാണാൻ പറ്റുള്ളൂ. കാരണം എല്ലാ രോഗികളും ഉണ്ടാവും അല്ലെ. പലർക്കും അത് കാണാനായിട്ടോ അത് ചിലപ്പോ അത് ആസ്വദിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ളൊരു കൺട്രോളിങ് വാർഡിലുണ്ട്. പക്ഷെ റൂമിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമനുസരിച്ച് കാണാൻ പറ്റും അല്ലെ. TV എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്, സ്വിച്ച് ചെയ്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താ നെക്സ്റ്റ് പറയുന്നത് മീൽ ടൈം. ഫുഡ് കഴിക്കുന്ന ടൈം എപ്പോഴാണ്? ചിലർക്ക് ഇന്ന ടൈമിൽ ഫുഡ് കഴിക്കണം, 12 മണിക്കുള്ളിൽ ഫുഡ് കഴിക്കേണ്ട രോഗികളൊക്കെ ഉണ്ടാവും അല്ലെ. എന്നിട്ട് ഇത് മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ആഹാരത്തിന് മുൻപ് നമ്മൾക്ക് ബ്ലഡ് എടുക്കേണ്ടതുണ്ട്, ആഹാരത്തിന് ശേഷം. അപ്പൊ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏത് സമയത്താണ് ഫുഡ് കഴിക്കേണ്ടത്, ഏത് സമയത്താണ് ഇപ്പൊ ക്യാൻറ്റീനിൽ ഫുഡ് അവൈലബിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി വിസിറ്റിംഗ് ടൈം, അതറിയാലോ എപ്പോഴാണ് വിസിറ്റേഴ്സ് ടൈം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇനി ഡയറ്റ് ഉണ്ട്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഫുഡ് കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ ഉണ്ടാവാം, ഫുഡ് കഴിക്കേണ്ട, നമ്മൾ എപ്പോഴും ചില രോഗികൾക്ക് ഫുഡ് എന്താ പറയാ ചില ഫുഡുകൾ കഴിക്കാൻ പാടുണ്ടാവില്ല, ചില രോഗികൾക്ക് കഴിക്കാവുന്ന ഫുഡ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല, ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു റിയാക്ഷൻസ് സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ നമുക്കിപ്പോ ഷുഗർ, ഇപ്പം എന്താ പറയാ മരുന്നുകൾ കഴിക്കുമ്പോൾ ഷുഗർ വന്ന പേഷ്യൻസ് ഉണ്ടാവാം, ഷുഗർ കൂടുന്നതൊക്കെ. അപ്പൊ അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ ചില രോഗികൾക്ക് ഷുഗർ ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ അസുഖം വന്നു മരുന്ന് കഴിച്ചു, മരുന്നിലും കൂടെ ഷുഗർ വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള രോഗികൾക്ക് ഇൻസുലിൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ നമ്മൾ അടുത്തടുത്ത മരുന്നുകൾ കഴിക്കുമ്പോൾ ചില ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യാം, നല്ല ഓർഗൻസ് ഒക്കെ ആണെങ്കിലും മരുന്നിലൂടെയൊക്കെ സൈഡ് എഫക്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഓർഗൻസിനെയും അത് ബാധിക്കുക അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് രോഗികൾക്ക്. അപ്പൊ ഇന്ന ഇത് ഷുഗർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല, നമ്മളത് കട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അല്ലെ. ഇന്ന ഫുഡുകൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഓക്കെ. ഇനി എന്താ സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ്, അതായത് എന്താണ് ഇപ്പോ എന്താ പറയാ സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചില രോഗികളൊക്കെ എന്താണ് അലസമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തെന്നിയെ വെച്ചിട്ട് വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് പിടിച്ച് നടക്കുമോ, അല്ലെങ്കിൽ ഇതിലൂടെ പിടിച്ച് നടന്നാൽ മതി, പതുക്കെ പോയാൽ മതി. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, ഇനി സൂക്ഷിച്ചു നടക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നഴ്സുമാരുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ സേഫ്റ്റി മെഷേഴ്സും സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യവാന്മാർക്കാം. പിന്നെ എന്താ ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ് അല്ലെ. റൗണ്ട്സിന് വരാറുണ്ട് ഡോക്ടേഴ്സ്, ഇപ്പൊ വാർഡിലായാലും റൂമിലായാലും ഇന്ന ടൈം, ഇപ്പൊ 9 മണി ടു അല്ലെങ്കിൽ 10 മണി ടു 11 മണി വരെയാണ് റൗണ്ട്സിന് വരുന്ന ടൈം, ഡോക്ടർ വരാറായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ബോധ്യവാന്മാരാക്കണം. ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് ടൈം എപ്പോഴാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെന്താ വാട്ട് ടെസ്റ്റ് ആണ് ഷെഡ്യൂൾഡ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. പ്രമേഹ രോഗി എന്നൊക്കെ പറഞ്ഞു, ഷുഗർ ഉള്ള രോഗി. അപ്പൊ ആ പ്രമേഹ രോഗി ഇപ്പോ ഫുഡിന് മുൻപ് എന്താണ് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി അതിനുശേഷം ആഫ്റ്റർ ഫാസ്റ്റിങ്ങിന് ശേഷം ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. എനിക്ക്
ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഞങ്ങളോട് പറയാം ബ്ലഡ് ചെയ്യാനുണ്ട്. ഇനി അതിനുശേഷം ഇന്ന ടൈമിൽ ഫുഡ് കഴിക്കാം, അതിനുശേഷം ഞങ്ങൾ വരും, ഞങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ വരും പറയുന്നത്. ഇനി എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്, പ്രമേഹം അല്ലെ, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിന്റെ റീസൺ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചില രോഗികൾക്കൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവര് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പേഷ്യൻസിനെ ബോധവാന്മാരാക്കണം, അല്ലെങ്കിൽ അവന്റെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങള് മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ടി പറഞ്ഞു, ട്രാൻസ്പോർട്ടിങ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞത് റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. നെക്സ്റ്റ് പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നേഴ്സ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കേടാ, വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അത് മാറ്റി തരാം, നീക്കി തരാം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, മിസ് അത് മാറ്റി തരാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് വൺ, ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഗ്യാദർ ചെയ്യുന്നത്? ഏതൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, ചില മെഡിക്കൽ ഓർഡേഴ്സ്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് പറയാറുണ്ട് ചില രോഗികളെ പരിശോധിച്ചിട്ട് ഇന്ന ടെസ്റ്റ് നടത്താം അല്ലെങ്കിൽ ഇന്ന സ്കാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറയാറുണ്ട് ചില ഡോക്ടേഴ്സ്. അപ്പൊ ആരോടാ ഈ ഓർഡേഴ്സ് കൊടുക്കുന്നത്? നഴ്സുമാരോടാണ് അല്ലെ? ഇപ്പൊ നമ്മളായാലും നമ്മുടെ ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അവിടെ അസിസ്റ്റന്റ് ആയിട്ട് നഴ്സുമാരുണ്ടാവും ഇല്ലേ? പേര് വിളിക്കാനായിട്ടും രോഗികളെ പേര് വിളിക്കാനായിട്ടൊക്കെ കാണാറില്ലേ നിങ്ങള്? അപ്പൊ നഴ്സിനോട് പറയാറുണ്ടല്ലേ എന്ത് ചെയ്യണം? MRI എടുക്കണം, അതുപോലെ തന്നെ CT സ്കാൻ ചെയ്യാം, എക്സ്റേ എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ളത് അല്ലെ. അപ്പൊ ഡോക്ടർ പറയും നഴ്സിനോട് എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ CT എടുക്കണം എന്നുള്ളത് ഇല്ലേ? അപ്പൊ അതാണ് മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഡോക്ടർ പറയുന്ന അഡ്വൈസിനെ കുറിച്ച് എന്താണെന്നുള്ളത് അത് ഓർഡർ നമ്മള് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ് ഈ ഓർഡേഴ്സ് നമ്മളിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് MRI ചെയ്യുന്നത് എന്നുള്ളത് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഒരു ഉപദേശങ്ങള് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ഇന്നതാണ് ഇത് നമുക്ക് നോക്കാം, അപ്പൊ മരുന്ന് കഴിച്ചിട്ട് കുറവില്ലല്ലോ, അപ്പൊ ഒരു MRI എടുത്ത് നോക്കാം എന്താണെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് ചെയ്യാം അതിന്റെ റിസർച്ച് കണ്ടിട്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ ട്രീറ്റ്മെന്റ്? എന്താണ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ലാബ് ടെസ്റ്റ്, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുകയാണെങ്കിൽ പ്രമേഹ രോഗിയാണെങ്കിൽ ഇപ്പൊ ഒരു ഡേ നമ്മൾ ഫസ്റ്റ് ഡേ എന്ത് ചെയ്തു, ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അയാളെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലെ. ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ്, അപ്പൊ ഇങ്ങനത്തെ ഇത് കഴിക്കാൻ പാടില്ല, ഓക്കെ അപ്പൊ ഒത്തിരി കൂടുതലുണ്ട്, ബുദ്ധിമുട്ട് വരും എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തില്. ഇനി ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട്. ടെസ്റ്റുകൾ നമ്മള് എന്താണ് അത് ടെസ്റ്റുകൾ നടത്തി അതിന് ബെറ്റർ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഡയറ്റ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ആക്ടിവിറ്റിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫിസിയോതെറാപ്പി ഇപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നമ്മളെപ്പോഴും ഒരു എന്താ പറയാ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ ഒരു വശം തളർന്ന രോഗിയൊക്കെ ആണെങ്കിൽ, ഇപ്പൊ കൈ തളർന്നതൊക്കെ ആണെങ്കിൽ ഒരു ബോളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അവരോട് എന്ത് ചെയ്യും, ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് വിടാനൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ കാല് തളർന്നതൊക്കെ ആണെങ്കിൽ നടത്തിക്കാറുണ്ട് അല്ലെ. വാക്കർ വെച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവരെ നടത്തിച്ച് അവരുടെ എക്സസൈസുകളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി ചെയ്യേണ്ട രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എപ്പോഴും ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല, ചിലപ്പോ ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴാണ് ആ ഡോക്ടർ വരുന്നത്, ഏത് ദിവസമാണ്, ഏത് ടൈം ഉണ്ടാവും, കാണാൻ പോകുമ്പോ ഏത് ടൈമാണ് ഉണ്ടാവുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ ബുധനാഴ്ചയാണ് ഡോക്ടർ വരുന്നത്, 10 മണിക്ക് ഡോക്ടർ ഇരിക്കും, അപ്പൊ പോയി കണ്ടോളൂ, അങ്ങനെയുള്ള കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്താണ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, ഒരു പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, അവരെ നിരീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം. The first few moments with the patient, facial expressions will denote his emotional reactions and the presence of pain and fatigue. Okay. അപ്പൊ എന്താണ് ഒരു നമ്മളിപ്പോ IPD നിന്ന് ഒരു പേഷ്യന്റ് ഇപ്പോ എന്താണ് അഡ്മിറ്റ് ആയി കഴിയുമ്പോ അല്ലെ, ഇപ്പൊ ചിലപ്പോ PD നമ്മൾ വന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു എന്താണ് അഡ്മിറ്റ് ആക്കാം, അപ്പൊ എന്താണ് PD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരും അല്ലെ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ളൊരു അഡ്മിറ്റ് ആക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ ഇതൊക്കെ എന്താണ് ഉണ്ടാകുന്നത്, എനിക്ക് എന്ത് രോഗമായിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത്, ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ അതിന് ഫേസിലൊക്കെ ഒരു പേടിയും എന്തൊക്കെ ആയിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് എന്നുള്ളൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി എന്താ, ഇനിയും ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ such as jaundice, cyanosis, facial paralysis should be noted. Further observation can be made
giving care to the client. അതുപോലെ തന്നെ ഇപ്പം ഈ ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല വ്യത്യാസങ്ങൾ ഇപ്പോ ജാൻഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മഞ്ഞപ്പിത്തം, തൊലിയിൽ വ്യത്യാസങ്ങൾ, മഞ്ഞ കളർ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ തൊലിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഫേഷ്യൽ പാരലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുഖത്തൊരു ചൈതന്യക്ഷയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ചൈതന്യമില്ലായ്മ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ഓക്കെ, നഴ്സുമാർ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം, ഒബ്സർവ് ചെയ്ത് എന്തൊക്കെയാണ് അവർക്ക് ചേഞ്ചസ് വരുന്നത് എന്നത് നോക്കിയിട്ട് നോട്ട് ചെയ്യാം. ഇനി ചാർട്ടിങ് എന്താ പറയുന്നത്? റെക്കോർഡ് all the basic information in the patient's record. Okay, basic information എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും basic information? എന്തായിരിക്കാം ബേസിക് ഇൻഫർമേഷൻ? എന്തായിരിക്കാം രോഗിയുടെ ഹിസ്റ്ററി? എന്തൊക്കെയാണ്? നെയിം അല്ലെ, അഡ്രസ്, ഫോൺ നമ്പർ അല്ലെ, ജെൻഡർ, സെക്സ് അല്ലെ, അങ്ങനെയുള്ള ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ബേസിക് ഇൻഫർമേഷൻസ്. അപ്പൊ റെക്കോർഡ് ചെയ്യാം, പേഷ്യൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, patient's details, complaints of the client, any allergies and patient's mental status. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്നാണ് അഡ്മിറ്റ് ആയത്, ഏത് ടൈമിനാണ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ക്ലയൻസിനൊക്കെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇനി അലർജീസ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അലർജീസ് ഒക്കെ ഉണ്ടാവില്ലേ പേഷ്യൻസിനൊക്കെ, ഇപ്പോ എന്തെങ്കിലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെന്റൽ സ്റ്റാറ്റസ്, എന്തെങ്കിലുമൊക്കെ വാരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെന്താ? റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ്, സോറി മെഡിക്കോ ലീഗൽ ആണ് കേട്ടോ, അത് മെഡിക്കൽ അല്ല, മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ, അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നേഴ്സ് നോട്ട്സ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ രജിസ്റ്റർ, പല വിധത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെ, പല നോട്ടുകൾ, ഇപ്പൊ ട്രീറ്റ്മെന്റ് ബുക്ക് ഉണ്ടാവും, റിപ്പോർട്ട് ബുക്ക് ഉണ്ടാവും, മെഡിക്കോ ലീഗൽ രജിസ്റ്റേഴ്സ്. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, മെഡിക്കോ ലീഗൽ കേസസുകൾ അറിയില്ലേ? അറിയോ എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ, അതുപോലെ തന്നെ അഡ്മിഷൻ രജിസ്റ്റർ, ഇതിലൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓരോ കാര്യങ്ങൾ. പിന്നെ എന്താണ്? ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. ഫിസിക്കൽ അസസ്മെന്റിന്റെ കാര്യങ്ങൾ, ഫിസിക്കൽ അസസ്മെന്റിനെ കുറിച്ച് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യന്റ് കംഫർട്ട് ആണോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ്. നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാം? ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെയിം, അഡ്രസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തു. അതെന്ത് ചെയ്യാം? ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക അല്ലെ. ഓക്കെ, ഇനി എന്താ? obtain physician order for lab ടെസ്റ്റ്, മെഡിക്കൽ ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ടെസ്റ്റുകളോ ലാബ് ടെസ്റ്റുകളോ സ്കാനുകളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫിസിഷ്യൻ ഓർഡർ പ്രകാരമായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഡോക്ടേഴ്സ് തരുന്ന അഡ്വൈസ് അനുസരിച്ച് വേണം, ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം എന്നൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. If any tests are prescribed by the doctor, a nurse must make arrangements to carry out the other procedure prescribed by the doctor if any. അപ്പൊ എന്താണ്? ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കഴിഞ്ഞ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആണ് നമുക്ക് എന്താണ് ഓർഡേഴ്സ് നഴ്സുമാർക്ക് കൊടുത്ത് നഴ്സുമാരാണ് അറേഞ്ച്മെന്റ്സ്, അതിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇല്ലേ. ഇപ്പം MRI എടുക്കണം, CT സ്കാൻ എടുക്കണം, എക്സ്റേ എടുക്കണം, നമ്മളെ ഡോക്ടേഴ്സ് ആണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്? ആണോ? അല്ല, നഴ്സുമാര് വന്നിട്ട് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വീൽ ചെയർ കൊണ്ടുവന്ന് അല്ലെ, അറ്റൻഡേഴ്സിനെ വിളിച്ച് വീൽ ചെയർ കൊണ്ടുവന്ന് അതിൽ ഇരുത്തി അവരാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സുകൾ നടത്തുന്നത് നഴ്സുമാരാണ്. ഇനി എന്താ? കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. If
a patient is wearing hospital dress, the patient's clothes should be hand over the relatives. അല്ലെ, ഇപ്പോ MRI ടെസ്റ്റോ എക്സ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളെ ഡ്രസ്സ് ഇട്ടിട്ടാണോ അവരെ സ്കാൻ ചെയ്യാറൊക്കെ? ഇല്ല, അവരുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, പച്ച ഡ്രസ്സൊക്കെയാണ് അവർ തരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്കാനിങ്ങിന് പോവാനായിട്ട്. അപ്പൊ നമ്മളിട്ട ഡ്രസ്സ് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ വരുന്ന റിലേറ്റീവ്സിന് അവരെ കൈമാറുന്നുണ്ട്. The case of absence of relatives, relatives ഇല്ല, bystander ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? Clothing is numbered and labeled and kept in the store until such time it is hand over to the relatives. എന്താണ് ഈ റിലേറ്റീവ്സ് ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ക്ലോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്പർ ചെയ്ത് ലാബിൽ ചെയ്ത് നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. എൻകറേജ് ദ client to send jewelry, money and other valuables such as a watch to home with the relatives. Make him understand if he kept something with himself, it is at his own risk. അതായത് ഇപ്പൊ ജ്വല്ലറീസ്, സ്വർണ്ണങ്ങളോ മണികളോ ക്യാഷോ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ വീട്ടിലേക്ക് പോകുന്ന റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊടുത്തു വിടാം അല്ലെ. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവനവന്റെ റിസ്കില് നമ്മൾ സൂക്ഷിക്കുന്നതായിട്ട്, പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ ഉത്തരവാദികളല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണ്? റിലേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകളായാലും ജ്വല്ലറീസും ക്യാഷൊക്കെ ആയാലും അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കും. പക്ഷെ അതർവൈസ് ആണെങ്കിലോ അവിടെ സൂക്ഷിച്ചു വെക്കും, അവരുടെ റിസ്കില്. ആരുടെ റിസ്കില്? പേഷ്യൻസിന്റെ റിസ്കില്. ഓക്കെ, വായിച്ചു നോക്കിയേ. ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ.
ഓക്കെ, അത് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ കൂടിയുണ്ട് നമുക്ക് നമ്മുടെ ചർച്ച കംപ്ലീറ്റ് ആവാനായിട്ട് നോക്കാം. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. When they get a confirmation that the patient has arrived with an emergency to the hospital campus, the first thing they do is to give a call to one voice and patient attendants. Okay, left ആയിക്കോളൂ കേട്ടോ. Patient attendants to shift patient from ambulance to stretcher. അതായത് ഇപ്പൊ ഒരു രോഗിയെ നമ്മൾ എമർജൻസി ആയിട്ട് കൊണ്ടുവരുമ്പോ എന്താണ് ആദ്യമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ ആംബുലൻസിൽ ഇപ്പോ ആക്സിഡന്റ് കഴിഞ്ഞ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടുള്ള രോഗിയൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ സീരിയസ് ആയിട്ടുള്ള രോഗിയെ കൊണ്ടുവരുമ്പോ അല്ലെ, ആക്സിഡന്റ് പല കേസുകൾ വരാം അല്ലെ, സീരിയസ് ആയിട്ട് ഒരു രോഗിയെ കൊണ്ടുവരുമ്പോ സ്ട്രക്ചറിൽ കയറ്റാനായിട്ട് ആദ്യം ആരാ വരുന്നത്? വാർഡ് ബോയ്സിനെ വിളിച്ചിട്ട് വാർഡ് ബോയ്സ് ആണ് എന്തിൽ കൊണ്ടുവരുന്നത്? സ്ട്രക്ചറിൽ കയറ്റിയിട്ട് കാഷ്വാലിറ്റിയിലോട്ട് കയറ്റുന്നത്. Give a call to the medical officer. Medical officer അവിടെ ഉണ്ടാവും അല്ലെ. ഓക്കെ, മെഡിക്കൽ ഓഫീസറെ നമ്മൾ വിളിക്കാറില്ല. അവിടുത്തെ നഴ്സുമാരൊക്കെ മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റിയിലുള്ള ഫിസിഷ്യൻ ആണ് കേട്ടോ. ഫിസിഷ്യൻ ആണ് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. മെഡിക്കൽ ഓഫീസറെ ഫോളോ ചെയ്യുന്നു. After the medical officer examines the patient, they ask him as to where they have to shift a patient. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യുന്നു, മെഡിക്കൽ ഓഫീസർ വരുന്നു, രോഗിയെ നോക്കുന്നു അല്ലെ. കാഷ്വാലിറ്റിയിലുള്ള ഫിസിഷ്യൻ ആണ് മെഡിക്കൽ ഓഫീസർ. ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയെ നോക്കി ഒബ്സർവ് ചെയ്ത് എങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹമാണ് പറയുന്നത്. ഇനി എന്താണ്? Generally, they shift the patient to the ICU, and after the patient becomes stable, they only then shift the patient to the concerned ward. ഇനി നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് ഫിസിഷ്യൻ പറയും ഈ ബന്ധപ്പെട്ട വാർഡിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ICUയിലേക്കൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ICUയിൽ കിടന്നു, കുറച്ചു നാൾ കിടന്നു. അതിനുശേഷം എന്താണ്, അതായത് കണ്ടീഷൻ ബെറ്റർ ആയി ആള് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വാർഡിലേക്ക്, കൺസേൺഡ് വാർഡിലേക്ക്, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. After counseling the consultant and the permission of the same, they register patient in the IP register and in their software too. അതായത് നമ്മള് ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ സ്ട്രോക്കോ അല്ലെങ്കിൽ ഇപ്പോ ക്യാൻസർ പേഷ്യന്റൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അല്ലെ. എല്ലാ രോഗികൾക്കും നമുക്ക് അവരെ ബോധവാന്മാരാക്കുന്നുണ്ട് അല്ലെ. അവരുടെ എന്താണ് എന്താ പറയാ, രോഗം ഇതാണ്, ട്രീറ്റ്മെന്റുകൾ ഇന്ന രീതിയിലാണ് ചെയ്യുന്നത്, ഇന്ന മരുന്നുകൾ കഴിക്കണം. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പോഴാണോ പോയത്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 1 minute. ഇപ്പോഴോ? ഒന്ന് നോക്കി. ആണോ? അപ്പൊ നിങ്ങൾ എന്താ പറയാനേ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ, എനിക്ക് ഇതില് പോകുന്നത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലാവില്ലട്ടോ, അതുകൊണ്ടാണ് അതിനെ എടുത്തുകൊണ്ടിരുന്നത്. എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ അങ്ങനത്തെ രോഗികൾ ഇപ്പോ എന്താ പറയാ, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള രോഗികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൗൺസിലിംഗ് കൊടുക്കും. അവർക്ക് ഇന്ന രോഗമാണ്, അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കും അല്ലെ. ഇന്ന രോഗമാണ്, ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇന്ന മരുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്, ഇത്ര മാസം ട്രീറ്റ്മെന്റ് വേണം. അപ്പൊ അങ്ങനെ ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? IP രജിസ്റ്ററിൽ അവർ രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ പേര് വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സോഫ്റ്റ്വെയർ, അതായത് കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക്, രജിസ്റ്ററിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു.
fill the patient's consent form, and after telling them to the purpose and meaning of the form, get it signed by the patient's relatives. നമ്മൾ കൺസെന്റ് ഫോം ഫിൽ ചെയ്യാറുണ്ട് അല്ലെ, പേഷ്യൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. ഇപ്പോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺസെന്റ് ഫോം ഫിൽ ചെയ്യിപ്പിക്കുന്നത്, ഇതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യമാക്കാറുണ്ട്. പിന്നെന്താ, സെൻഡ് ദ ഫയൽ ഓഫ് patient to the corresponding ward where the medical officer has asked the patient to be shifted. അതായത് എന്താണ്, ഈ മെഡിക്കൽ ഓഫീസർ പറയും ആളെ എവിടേക്കാണ്, ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ മെഡിക്കൽ ഓഫീസർ ആണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ രോഗിയുടെ ഫയൽ അങ്ങോട്ടേക്ക്, ഏത് വാർഡിലേക്കാണോ അയക്കുന്നത് ആ വാർഡിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ആളുടെ ഫയൽ നമ്മൾ അയച്ചു കൊടുക്കുന്നു. പിന്നെ എന്താണ്, confirming that the file of the patient is received by the MO. MO എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. മെഡിക്കൽ ഓഫീസറിന്റെ ഷോർട്ട് ഫോം ആണ് MO. MO of the corresponding ward. നമ്മൾ ഇപ്പോ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് MO ആണ്, അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. എമർജൻസി വാർഡിലേക്ക് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നത് MO അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ ആണ്. ഈ മെഡിക്കൽ ഓഫീസർ എന്താണ്, അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ബന്ധപ്പെട്ട വാർഡിലേക്ക് നമ്മളിപ്പോ ഇൻപേഷ്യന്റ് വാർഡിലേക്ക് അല്ലെ, അവിടെ കിടക്ക് ചികിത്സിക്കുന്ന ആ വാർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യുന്നതും ഈ ആരുടെ ഇതിലാണ്, മെഡിക്കൽ ഓഫീസറിന്റെ ഇതിലാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒരു കാഷ്വാലിറ്റിയിലോട്ട് ഒരാളെ കൊണ്ടുവന്നു, പിന്നെ എങ്ങനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസീവ് ചെയ്യുന്നത്, അത് വരെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചിരിക്കുക. അടുത്ത അവറും മിസ് തന്നെ ആയിരിക്കും. അപ്പോ ജസ്റ്റ് ഒരു ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ഇപ്പൊ ജസ്റ്റ് വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം, ഫുഡ് കഴിക്കാത്തൊരു ഫുഡ് കഴിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പോയിന്റ് വൈസ് ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അണ്ടർലൈൻ ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാറുണ്ട്. ഇത് ജസ്റ്റ് പോയിന്റ്സ് അല്ല, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ വായിച്ചു കഴിഞ്ഞവര് ബ്രേക്ക് എടുത്തോളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2:40 ആവാറാകുമ്പോഴത്തേന് നമുക്ക് വരാം. അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങാം കേട്ടോ. ഓക്കെ, ബ്രേക്ക് എടുത്തോളൂ കേട്ടോ.
ഓക്കെ, എല്ലാവരും വന്നോ? ഓക്കെ, മൊഡ്യൂള് 2-ലെ ചാപ്റ്റർ 5 എടുക്കാം കേട്ടോ. ഇനി അതാണ് മിസ് എടുക്കുന്നത്. CSSD, Central Sterile Supply Department. Okay, page number 30. എടുത്തു, എല്ലാവർക്കും കിട്ടിയായിരുന്നോ? കിട്ടിയില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? പേജ് നമ്പർ 30 കേട്ടോ. അഞ്ചല് ഫുഡ് കഴിച്ചോ? ഓക്കെ, എന്താണ് CSSD എന്ന് പറയുന്നത്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ്? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് CSSD, അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. കേട്ടിട്ടുണ്ട്, കേറിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? ആ ഒരു എക്സ്പാൻഡ് ഫോം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആ, ഓട്ടോക്ലേവിംഗ്. ഓക്കെ, പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? സ്റ്റെറിലൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ കുറേ അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റുകളില് കുറേ അധികം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ കുറേ അധികം ഓപ്പറേഷൻസ്, സർജറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ കുറേ എക്യുപ്മെന്റ്സുകൾ അവര് അറ്റേ ടൈം യൂസ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? ഇനി ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയല് അല്ലെങ്കിൽ ആ ഐറ്റം, ഉപയോഗിച്ച ഐറ്റം വേറൊരു പേഷ്യന്റിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് തന്നെ വേറൊരു പേഷ്യന്റിന് അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എല്ലാവരും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കാം റീസൺ? ഇൻഫെക്ഷൻ വരും അല്ലെ? ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു പേഷ്യന്റിന് യൂസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഐറ്റംസുകൾ മറ്റൊരു പേഷ്യന്റിന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? സാധ്യത തന്നെയല്ല, ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ആക്കി സ്റ്റെറിലൈസേഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ വീണ്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും
മലിനമായിട്ടുള്ള അണുക്കളുള്ള ഐറ്റംസുകൾ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കുകയും ക്ലീൻ ആക്കുകയും, ഇപ്പോ ചില ഐറ്റംസിൽ ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ രക്തക്കറകൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്ന് ക്ലീൻ ആക്കി അത് ശുദ്ധീകരിച്ച് അത് സ്റ്റെറിലൈസേഷൻ ചെയ്തതിനു ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ കൊണ്ടുവന്നിരിക്കുന്നത്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു CSD എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. From an infection control view, it is necessary to make sure that the proper disinfection of surgical equipment is done. If instrument is microbially tainted, this lead to an increased likelihood of contamination and later infection of the surgical wound. അതായത് എന്താണ് ഈ എക്യുപ്മെന്റ്സുകൾ അല്ലെ, സർജറിയുമായിട്ട് ഉപയോഗിച്ച അല്ലെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ നമുക്ക് എന്താണ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. വീണ്ടും ഉപയോഗിക്കണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് ചെയ്യണം, ഡിസിൻഫെക്ട് ചെയ്യണം അല്ലെ. ഓക്കെ, ഡിസിൻഫെക്ട് ചെയ്താൽ മാത്രമാണ്, അണുനശീകരണം വരുത്തിയാൽ മാത്രമാണ് വീണ്ടും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം ഇൻസ്ട്രുമെന്റ്സ് എന്താണ് മൈക്രോബൈക്കലി ട്രീൻഡ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മാണു സംബന്ധമായിട്ട് അത് മലിനമായിട്ട് ഇരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മൾ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കുറേ അധികം അണുക്കൾ ഉണ്ടാവും അതിനകത്ത് അല്ലെ. അതെന്താണ് ടേൻഡ് എന്ന് പറഞ്ഞാൽ മലിനമായിട്ട് അല്ലെങ്കിൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം നമ്മള്, ഡിസിൻഫെക്ഷൻ അല്ലെ, എന്താണ് അണുനശീകരണം വരുത്തിയിട്ട് മാത്രമാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് സർജിക്കൽ വൗണ്ട്. വൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് പറ്റി, സ്ക്രീൻ എന്താണ്, സ്ക്രീൻ പോയോ? One minute. ഇപ്പോഴോ? One minute കേട്ടോ, 1 minute. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? കാണുന്നില്ല? ചിലർക്ക് കാണുന്നുണ്ടല്ലോ, കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, അവിടെ സർജിക്കൽ വൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് വൗണ്ട് എന്ന് പറഞ്ഞാല്, എന്തായിരിക്കാം വൗണ്ട്? എന്താ വൗണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ്?
മുറിവ് അല്ലെ, സർജിക്കൽ വൗണ്ടില് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഇത്തരത്തില് ഇൻസ്ട്രുമെന്റ്സുകൾ അല്ലെങ്കിൽ ഐറ്റംസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നോക്കിയേ. ആസ് എ റിസൾട്ട് അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് എ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഈസ് suggested as one of the basic and accepted measures against surgical site infection ആണ്. അവിടെ സൈറ്റ് ഇൻഫെക്ഷൻ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആക്കാം കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SITE, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SITE. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് കറക്റ്റ് ആക്കാം. അതുപോലെ തന്നെ ലെക്ചർ നോട്ട് എഴുതുന്നവര് അത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണെന്നുള്ളത് കറക്റ്റ് ആക്കി എഴുതിയെടുക്കാം. ഓക്കെ, ഇത് ഷോർട്ട് എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ഉള്ളൂ. എന്താണെന്ന് വെച്ചാല് ഈ നമുക്ക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് മുറിവുകൾ, സർജിക്കൽ വൗണ്ട് ഉണ്ടാവും ഇല്ലേ, മുറിവുകൾ ഉണ്ടാവും അല്ലെ. അവിടെ ഇത്തരത്തില് എന്താണ് മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാകും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫെക്ഷനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നോക്കാം, വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, the CSSD consists of those services within a hospital which are accept, store, process, distribute and controls the professional supplies and the equipments, both the sterile and non-sterile, and from all department of the hospital for the care and the safety of the patients. അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലുകളില് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ആ പല പല ഡിപ്പാർട്ട്മെന്റുകളില് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഒറ്റ ടൈമില്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രോഗിക്ക് ഉപയോഗിച്ചിട്ട് മറ്റൊരു രോഗിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്നു. ഇനി അവിടെ എന്താണ്, അവിടെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ സ്റ്റോർ ചെയ്ത് അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല് അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്ത് വെക്കും. ഓരോ കൗണ്ടേഴ്സ് ഉണ്ടാവും, അന്നേരം നമ്മൾ പഠിക്കും. ആ കൗണ്ടറിലൂടെ ഐറ്റംസുകൾ, മലിനമായിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ റിസീവ് ചെയ്യുന്നു സ്റ്റാഫുകള്. അതിനുശേഷം അത് ക്ലീൻ ആക്കി അത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ? എന്താണ് CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെയ്യുന്നത്, അവിടെ എന്താണ് ചെയ്യുന്നത്, നടക്കുന്ന പ്രോസസ്സിംഗ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ്, അവിടെ രണ്ട് രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലെ. ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ. അതായത് എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് അവരെ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് മലിനമായത് കറകളും ഇപ്പൊ രക്തക്കറകളും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി ക്ലീൻ ആക്കി സ്റ്റെറിലൈസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലീൻ ആക്കി അണുവിമുക്തമാക്കി വെച്ചത് ഒരു ഏരിയയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്, അതും ആ ഐറ്റംസ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ മലിനമായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് ഡീകണ്ടാമിനേഷൻ വരുത്തിയിട്ട് നല്ല രീതിയിലുള്ള അത് അണുക്കൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള ഐറ്റംസും അവിടെ ഉണ്ടാവും. അതാണ് അവിടെ പറയുന്നത്, സ്റ്റെറൈൽ ആയിട്ടുള്ളതും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് അവിടെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ നല്ല രീതിയിലേക്ക് ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നത്.
കിട്ടിയോ? വായിച്ചു നോക്കി. ഇൻട്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് CSSD. വായിച്ചു കഴിഞ്ഞവര് ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞവര് ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, നമുക്ക് നോക്കിയാലോ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്? ഓക്കെ, CSSDയുടെ ഒബ്ജക്റ്റീവ് ആയാലും ഫങ്ഷൻ ആയാലും സെയിം തന്നെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. അവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഫങ്ഷൻസ് ചോദിക്കാം, ചില ക്വസ്റ്റ്യൻസിൽ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം. അപ്പൊ അത് ഓർത്ത് വെക്കാം എന്താണെന്നുള്ളത് കേട്ടോ. സ്ക്രീൻ പോയായിരുന്നോ? 1 minute കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ ഇപ്പൊ? ഓക്കെ, ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ഇല്ലേ, അണുവിമുക്തമാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മള് CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താ? ടു കോൺട്രിബ്യൂട്ട് എ
റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഇങ്ങനെ നമ്മൾ അണുവിമുക്തമാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. To avoid duplication of expensive equipments. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ പറയുമ്പോ വീട്ടില് നമ്മളിപ്പോ ഒരു TV വാങ്ങിച്ചു. ഓക്കെ, TV വാങ്ങിച്ചു. ഇനി ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ വാങ്ങിക്കാറുണ്ടോ? TV വാങ്ങിക്കാറുണ്ടോ? ഇപ്പൊ ഒരു TV വാങ്ങിച്ചു, പിന്നെ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ടോ? ഇല്ല. അത് എങ്ങനെയാവണം? പിന്നെ അടുത്തത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ TV എങ്ങനെയാവണം? ഒന്നല്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആവണം, ഒന്നും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും അത് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അടുത്ത TV വാങ്ങിക്കുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും നമുക്കത് വാങ്ങിക്കാൻ പറ്റുമോ? അതെന്താണ്? വളരെ വിലപിടിപ്പുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, അല്ലെ? ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ മെഷീൻസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും എന്താണ്? വളരെ വിലപിടിപ്പ് ഉള്ള എക്യുപ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എപ്പോഴെപ്പോഴും വാങ്ങിയത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം എന്ന് പറയുന്നത്. തനിപ്പകർപ്പ് ഒഴിവാക്കുന്നു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴെപ്പോഴും വാങ്ങി യൂസ് ചെയ്യില്ല. അതിപ്പോ കത്രിക ഒക്കെ ആണെങ്കിൽ എന്താണ്? അതിന്റെ അറ്റം വളഞ്ഞു പോവുക, വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ ആയി പോവുക, അറ്റം പൊടിഞ്ഞു പോവുക, അതൊക്കെയാണ് നമുക്ക്. അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്തുകൊണ്ട് വേറെ പുതിയൊരു ഐറ്റംസ് നമ്മൾ വാങ്ങിക്കും. അപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ്? ടു കീപ്പ് റെക്കോർഡ് ഓഫ് എഫിക്കസി ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഇനി നമ്മൾ ഒരു റെക്കോർഡ് നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. CSPയിൽ എന്തൊക്കെയാണ്? എന്തിനെ കുറിച്ചുള്ളതാണ്? ക്ലീനിങ് ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഇനി ഡിസ്ഇൻഫെക്ട് ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? അങ്ങനെ 3 രീതിയിലുള്ള റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ടു എക്സിബിറ്റ് ആൻഡ് ഇംപോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ? ക്രോസ് ഇൻഫെക്ഷൻ എന്താണ്? എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ? അതായത് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകരുന്നത്. അതായത് ഇപ്പോ ബാക്ടീരിയ, വൈറസ് പോലുള്ളവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈറസ് അതുപോലെ തന്നെ ബാക്ടീരിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് CSPയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രോസ് ഇൻഫെക്ഷൻ തടയാൻ, അവോയ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ എന്താണ് എടുക്കുകയും അതുപോലെ തന്നെ അത് പ്രദർശിപ്പിക്കുകയും വേണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇനി ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററിയുടെ മീനിങ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിന്റെ ആ വിവര പട്ടിക. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സുകൾ, അല്ലെ? മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസിന്റെ വിവര പട്ടിക മെയിൻറ്റെയിൻ ചെയ്യാം. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഏതൊക്കെ സപ്ലൈസ് ആണുള്ളത്, അതിന്റെയൊക്കെ ഒരു വിവര പട്ടിക എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്താണ്? To arrange a safe environment for the patient and staff. എന്ത് ചെയ്യണം? ഒരു സേഫ് ആയിട്ടുള്ള, അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിനായാലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ്
CSSD objective and function എന്ന് പറയുന്നത്. Okay, ഇനി next portion ആണ് designing of a CSSD. ഒരു ഡിസൈനിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയേ. Size and the location of a CSSD differs according to the hospital management. CSSD ആ ഡിപ്പാർട്ട്മെന്റിന്റെ സൈസും ലൊക്കേഷനും ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. It should be located near as possible to OT. OT എന്താ? OTയുടെ ഫുൾ ഫോം എന്താണ്? OTയുടെ ഫുൾ ഫോം എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, A&E ഡിപ്പാർട്ട്മെന്റ് ഓർമ്മയില്ല? A&E ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററി എടുത്തായിരുന്നോ ക്ലാസ്സില്? അതിന്റെ ഫുൾ ഫോം എന്താ? A&E ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വാർഡ്, ഈ മൂന്നെണ്ണത്തിന്റെയും അടുത്തായിരിക്കണം CSSD ഉണ്ടാവേണ്ടത്. അതിന്റെ ലൊക്കേഷൻ പറയുന്നത്. The CSSD layout should be designed in a unidirectional flow. Okay, unidirectional flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരൊറ്റൊരു സിംഗിൾ ഫ്ലോയിലാണ് അതിന്റെ ലേഔട്ട്, അതിന്റെ ഒരു രൂപരേഖ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്. സിംഗിൾ ഫ്ലോ, ഒറ്റ രീതിയിൽ അല്ലെങ്കിൽ ഒറ്റ ലൈനിലാണ് അല്ലെങ്കിൽ ഒറ്റ ഒരു ഫ്ലോയിലാണ് അത് പോകുന്നത്. ഇനി എന്താണ്? In multi-storied building, CSSD may be formed in the lower floor night under the OT. Per perpendicular movement will be a shift possible movement of materials. ഇനി ഇപ്പോ എന്താണ്? കുറേയധികം ഇപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എത്ര നിലകളാണല്ലേ ഉള്ളത് അല്ലെ? എന്താണ്? ഒരു 9 നില, 8 നില, 10 നിലയുള്ള ബിൽഡിംഗ് ഒക്കെ ആയിരിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ CSSD ഉണ്ടായിരിക്കേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏറ്റവും താഴത്തെ നിലയിലായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ താഴത്തെ നിലയിലായിരിക്കണം CSSD ഉണ്ടായിരിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊരു ഇപ്പോ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൂടുതലായിട്ടും മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത് നമ്മള് എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആവശ്യങ്ങൾ വരുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പൊ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ CSSDയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, സ്വിഫ്റ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഒരു ലൊക്കേഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. ഓക്കെ, ഒന്ന് നോക്കി എന്താണ് കൺസെപ്റ്റില്? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? അവിടെ കാണുന്നുണ്ട് അല്ലെ, 3 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണത്? എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കളർ ഡിഫറെന്റ് ആണ്. പിന്നെ പിന്നെന്തൊക്കെയാ? ഒന്ന് നോക്കിയേ. 3 സോൺസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഏതൊക്കെയാ 3 സോൺസ് അവിടെ കൊടുത്തിരിക്കുന്നത്? നോക്കി, ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ടെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആണോ? ഓക്കെ,
കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, അവിടെ എന്താണ് ഫസ്റ്റ് സോണില് 3 സോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. 3 സോൺ ഉണ്ട്. സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റീറൈൽ സോൺ ഉണ്ട് അല്ലെ. ഓക്കെ, സോയിൽഡ് സോൺ, സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? എന്തായിരിക്കും സോയിൽഡ് സോൺ? സോയിൽഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സുകൾ ഏത് സോണിലേക്കാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്? സോയിൽഡ് സോണിലേക്കാണോ, ക്ലീൻ സോണിലേക്കാണോ, സ്റ്റീറൈൽ സോണിലേക്കാണോ? സോയിൽഡ് സോണിലേക്കാണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് സോയിൽഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മലിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് അവിടെ സ്റ്റോർ ചെയ്യുന്ന സോണാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കും? മലിനമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് ക്ലീൻ സോൺ ആണ്. ഇനി സോയിൽഡ് സോണിന്റെയും ക്ലീൻ സോണിന്റെയും ഇടയില് ഒരു ബോക്സ് ഉണ്ട്. അവിടെ എന്ത് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? കാണുന്നില്ല, ആരും കാണുന്നില്ല. ബാക്ടീരിയ എന്നാണോ എഴുതിയിരിക്കുന്നത്? ആ, എന്താ? ബരിയർ അല്ലെ. ബരിയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ബരിയർ? ക്ലിയർ അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന്. ഓക്കെ, ബരിയർ ആണ്. ബരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സമാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്? ആ 2 സോണിന്റെ നടുക്ക് ഒരു തടസ്സമുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്നാലോചിച്ച് നോക്കിയേ. ആ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ അല്ലെങ്കിൽ ബരിയർ എന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ബരിയർ വെച്ചിരിക്കുന്നത്, തടസ്സം വെച്ചിരിക്കുന്നത്? ആ, എന്താണ്? ഒരു കാര്യമുണ്ടല്ലേ, ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം സോയിൽഡ് സോണിലേക്ക് ഐറ്റംസ് കൊണ്ടുവരും. ആ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ള രക്തക്കറകൾ ഉണ്ടാവും, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവും, അങ്ങനെ പല കറകളും ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇനി ക്ലീൻ സോണിലെ ഐറ്റംസ് ഉണ്ടാവും. ആ ക്ലീൻ സോണിൽ എന്താണ്? ക്ലീൻ ആക്കിയിട്ട് ഇപ്പൊ രക്തക്കറകളോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴുകി അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോണാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. അപ്പോ ഈ മലിനമായിട്ടുള്ള ഐറ്റംസുകളും ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസുകളും നമുക്ക് അതിന്റെ ഇടയിൽ തടസ്സം വെച്ചിരിക്കുന്നത് ഇത് മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? അത് ഇപ്പൊ മലിനമായിട്ടുള്ള ഐറ്റംസ് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനമാവാനായിട്ട്, അണുക്കൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ രണ്ടും കൂടി മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, തടസ്സം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്ലീൻ സോണും സ്റ്റീറൈൽ സോണിലെയും ഐറ്റംസ് എന്താണ്? അതിന്റെ ഇടയിലും ബരിയർ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ അതെന്താണ്? മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തടസ്സം വെച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ സോണിലെ ഐറ്റംസ് സോയിൽഡ് സോണിൽ കൊണ്ടുവന്നു. അത് മലിനമായിട്ടുള്ള ഐറ്റംസ് ആണ്. അത് കഴുകി നമ്മൾ ക്ലീൻ സോണിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റീറൈൽ സോണിൽ അണുവിമുക്തമാക്കി അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു അല്ലെ. പിന്നെ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിനകത്ത് എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ലേ? എല്ലാവരും കണ്ണൊക്കെ അടിച്ചു പോയോ? അടിച്ചു പോയോ? ക്ലാസ് കണ്ട് കണ്ണൊക്കെ അടിച്ചു പോയാ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏരോ കാണുന്നുണ്ടോ? ആ ഏരോന്റെ പ്രത്യേകത എന്താ?
ആ ഏരോ കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, എല്ലാവർക്കും കണ്ണൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഏരോ എന്താ? ഏരോ എങ്ങനെയാ പോയിരിക്കുന്നത്? നമ്മള് ആ ഡിസൈൻ കൺസെപ്റ്റില് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ? CSCയുടെ ലേഔട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഉണ്ടോ? ഒക്കെ തന്നെ പറഞ്ഞു പോയതാ, ഓർമ്മയുണ്ടാ? എന്ത് ഫ്ലോ ആണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ. അപ്പൊ അവിടെ പോയിരിക്കുന്നത് നോക്കിയേ, ഏരോ ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ടാണോ പോയിരിക്കുന്നത്? അല്ല, ഏരോ എന്താണ്? ഒരു സിംഗിൾ ഫ്ലോ ആണ് അല്ലെ? ഓക്കെ, CSCയുടെ ലേഔട്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. കണ്ടോ, ആരോ പോയിരിക്കുന്നത് ഒറ്റ ഒരു സ്ട്രക്ചറിലാണ് അല്ലെ? ഒരു സിംഗിൾ ഫ്ലോയിലാണ് പോയിരിക്കുന്നത്. അതും കൂടി ഉണ്ട് അതിന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഒബ്ജക്റ്റീവ് തുടങ്ങി വായിച്ചോളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കാം. ബോറടിക്കുന്നുണ്ടോ രണ്ടവര് അടുപ്പിച്ച് ക്ലാസ് എടുക്കുമ്പോ? ഇല്ല, ബോറടിക്കുന്നുണ്ട്, ചിലർക്ക് ബോറടിക്കുന്നുണ്ട്. ഇല്ല, ബോറടിച്ചാലും നമുക്ക് ക്ലാസ് എടുക്കാണ്ടിരിക്കാൻ രക്ഷയില്ലല്ലേ? നമുക്ക് പോർഷൻസ് തീർക്കാനുണ്ട്, കറക്റ്റ് ടൈമിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ചില ടീച്ചേഴ്സ് ഒക്കെ ലീവ് ആകുമ്പോ ഇങ്ങനെ അടുപ്പിച്ച് ക്ലാസ് വരുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ. വായിച്ചു കഴിഞ്ഞോ? ഇനി അടുത്ത നെക്സ്റ്റ് പോർഷൻ എടുക്കണോ? ബോറടിക്കുന്നുണ്ടോ? ചിലര് പറഞ്ഞ ബോറടിക്കുന്നുണ്ട്. എടുക്കണോ? വേണമെങ്കിൽ എടുക്കാം, ടൈം ഉണ്ട്. എടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ കൂടി എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഈ പോർഷൻ കൂടി മിസ് പറയുള്ളൂ, അതൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ പ്ലാനിങ് ഓഫ് ദ CSSD. The materials or items from 1 minute.
The materials or items from tamed or and gem-free area should not get matched. Sorry, അതവിടെ മാക്സ്ഡ് എന്നല്ല കേട്ടോ, മിക്സ്ഡ് എന്നാണ്. മിക്സ്ഡ് എന്നാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താട്ടോ. അവിടെ മാക്സ്ഡ് എന്നാണ് കിടക്കുന്നത്. നോട്ട് ഗെറ്റ് മാക്സ് എന്നല്ല, മിക്സ്ഡ്. There should be physical fencing between solid, clean and sterile zone so that the risk of a cross infection spread is reduced. Okay, നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ സോണുകൾ ഉണ്ട് അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. CSP ലേഔട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സ്റ്റെറൈൽ സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, അതുപോലെ തന്നെ ഈ എന്താണ് സോയിൽഡ് സോൺ ഉണ്ട്. ഈ സോണിലൊക്കെ എന്താണ് ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു തടസ്സം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ബരിയർ എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഫെൻസിങ് അല്ലെങ്കിൽ ബരിയർ വെച്ചിരിക്കുന്നത് എന്താണ്, ഈ ഐറ്റംസുകൾ തമ്മിൽ മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ഫെൻസിങ് വെച്ചിരിക്കുന്നത്. ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്. ഇനി CSP ആ വർക്കിംഗ് ഏരിയയില് അതിന്റെ ആ ഫ്ലോർ വർക്കിംഗ് ഏരിയയുടെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഫ്ലോറിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. അതായത് നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ, തെന്നി പോവാത്ത രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന രീതിയിൽ ആയിരിക്കണം എന്ത് അവിടെ അതിന്റെ ആ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്, സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ നോൺ സ്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തെന്നിപ്പോവാത്ത രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫ്ലോറിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇനി ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റെയിൻഡ് എ പോസിറ്റീവ് പ്രഷർ. അതുപോലെ തന്നെ ക്ലീൻ ഏരിയ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രഷർ നൽകുന്ന ഒരു ഏരിയ, അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഏരിയ ആയിരിക്കണം ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത്. The area of a work should be made of a marble, granite or stainless steel. ഇനി വർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ മെയ്ഡ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കേണ്ടത്, മാർബിൾ കൊണ്ടോ ഗ്രാനൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ ആയിരിക്കണം ഉണ്ടാക്കിയിരിക്കേണ്ടത്. Sterilization must be arranged for autoclaving by steam as well as by gas. അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്ന ആ പ്രോസസ്സ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം. ഓട്ടോക്ലേവിംഗ് ഒരു രീതി എന്ന് പറയുന്നത് ഓട്ടോക്ലേവിംഗ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ആവിയിൽ നമുക്ക് എന്താണ് അണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ് ആണ് കേട്ടോ. ഓട്ടോക്ലേവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷനുള്ള മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇനി ആസ് വെൽ ആസ് ഗ്യാസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റും. രണ്ട് രീതിയാണ് ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസേഷൻ. ഒന്നാമത്തേത് സ്റ്റെറിലൈസേഷൻ അല്ലെ, എന്താണ് ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ സ്റ്റീമും അതുപോലെ തന്നെ ഗ്യാസും ഒന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആയില്ലേ? ഇത്രയും വരെ എടുക്കുന്നുള്ളൂ, ഇനി എടുക്കുന്നില്ല, അധികം ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്രയും വരെ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് PDF ജസ്റ്റ് വായിച്ചു നോക്കാം. എല്ലാ ദിവസവും ടീച്ചേഴ്സ് എടുക്കുന്ന ഭാഗങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ടീച്ചേഴ്സ് എടുക്കുന്നത് അല്ലെ, ഓരോ ക്ലാസ്സിലും. കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിയെങ്കിലും വേണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.